ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെന്റലിയൻ ഡിസോർഡേഴ്സ് പഠിച്ചല്ലോ. ഒന്നുകൂടെ ഓർത്ത് നോക്കാം. ജെനറ്റിക് ഡിസോർഡേഴ്സ് 2 types, മെന്റലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. ഓർക്കുന്നുണ്ട്? മെന്റലിയൻ ഡിസോർഡേഴ്സിന് എക്സാമ്പിൾസ് ഓർമ്മയില്ലേ? കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, താലസീമിയ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇന്ന് നമ്മൾ ക്രോമോസോം ഡിസോർഡേഴ്സ് പഠിച്ചു നോക്കാം. Chromosome disorders are due to the addition or deletion of chromosomes. ക്രോമസോമിന്റെ എണ്ണം ഒന്ന് എക്സസ് ആവുക, അല്ലെങ്കിൽ ഒരു ക്രോമസോം ലോസ് വരിക. This condition is due to the non-disjunction of chromosomes. എന്താ ഈ non-disjunction? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രോമസോംസ് സെപ്പറേറ്റ് ആൻഡ് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട് മിയോസിസ് സമയത്ത്, അല്ലേ? ഈ സെപ്പറേഷൻ ആൻഡ് സെഗ്രിഗേഷൻ നടക്കാതെ പോവാം, രണ്ടും ഒന്നിച്ച് ട്രാവൽ ചെയ്യുക. ക്രോമസോം പെയർ, ഒരു പെയർ ക്രോമസോം ഓരോരോ ക്രോമസോം സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ലേ? അത് നടക്കാതെ, രണ്ട് സെപ്പറേഷൻ നടക്കാതെ രണ്ടും ഒരു ഗാമീറ്റിനകത്ത് വരികയാണെങ്കിൽ അവിടെ നോൺ ഡിസ്ജങ്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഗാമീറ്റിനകത്ത് ക്രോമസോമിൻ്റെ എണ്ണം കൂടും. എന്നാൽ അടുത്ത ഗാമീറ്റിലേക്ക് പോകേണ്ട ക്രോമസോം ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഗാമീറ്റിനകത്ത് ക്രോമസോമിൻ്റെ എണ്ണം കുറയുമല്ലോ. ഒരു ക്രോമസോമിൻ്റെ എണ്ണം കൂടും ചിലതിൽ, ചില സമയത്ത് റയർ കേസിൽ ക്രോമസോമിന്റെ എണ്ണം ഒന്നിൽ കുറഞ്ഞേക്കാം. ടോട്ടലി ഹൗ മെനി ക്രോമസോംസ് ആർ there in man? In man there are 46 chromosomes or 23 pairs of chromosomes. പെയർ പറയുകയാണെങ്കിൽ 23 pairs ആണ്. അതിൽ 22 pairs are autosomes and 1 pair is allosome or sex chromosome. ഈ ക്രോമസോമിൽ ഒരു എണ്ണം കൂടുക അല്ലെങ്കിൽ കുറയുക, and this condition is known as aneuploidy. ക്രോമോസോമിന്റെ എണ്ണം കൂടുകയോ കുറയോ ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ എന്താ വിളിക്കുക? aneuploidy. It is due to aneuploidy in human beings there occurs certain chromosomal disorders like Down syndrome, Turner syndrome or Klinefelter syndrome. ക്രോമോസോമിന്റെ എണ്ണം കൂടുകയോ കുറയോ ചെയ്യുന്ന aneuploidy എന്ന ഈ അവസ്ഥയിലൂടെ ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന മൂന്ന് ഡിസോർഡേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണിത്? ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം ആൻഡ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ തന്നെ, വാട്ട് ഇസ് സിൻഡ്രോം? ഇസ് ഇറ്റ് എ ഡിസീസ്? ഒരു ഡിസീസ് ആണോ? നോ. സിൻഡ്രോം ഇസ് എ കളക്ഷൻ ഓഫ് സിംറ്റംസ് വിച്ച് ക്യാരക്ടറൈസ് എ ഡിസീസ്. ഒരു ഡിസീസിനെ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ വരുന്ന 3 സിൻഡ്രോംസ്, ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഓർ ടേണർ സിൻഡ്രോം, ഇതിൽ ഓരോന്ന് 1 by 1 let us see. First we can explain or we can discuss Down syndrome. Down syndrome was first identified by geneticist Langdon Down എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഡൗൺ സിൻഡ്രോം കണ്ടെത്തിയത്. Let us see the features of Down syndrome. See the screen here. Down syndrome was first explained by Langdon Down in 1866, and the syndrome was characterized by the presence of 47 chromosomes instead of 46. സാധാരണ 46 വേണ്ടത്, അതിന് പകരം 47 ക്രോമസോംസ് ഉണ്ട്. And the chromosome 21 is represented by 3 copies. സാധാരണ ഒരു പെയർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ടാവുക. 21ാമത്തെ ക്രോമസോമിൽ 3 ക്രോമസോംസ് വന്നു. സോ ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ട്രൈസോമി 21. ഈ അവസ്ഥയെ നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന ഈ അവസ്ഥയെ ഒന്നുകൂടെ പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? ട്രൈസോമി 21. And the affected person shows his facial expression is similar to Mongolian race. So this disease or diseased person is otherwise known as Mongolian idiots, and the disease can also be called as Mongolism or Mongolian idiocy. ഈ മംഗോളിയൻ റേസിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് തോന്നുന്നതുകൊണ്ട് മംഗോളിയൻ ഇഡിയസി അല്ലെങ്കിൽ മംഗോളിസം എന്നുകൂടി ഇതിനെ പറയുന്നു. ട്രൈസോമി 21 എന്ന് പറയുന്നു. എന്താണ് കാരണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോം ആണ് ഈ രോഗത്തിന്റെ കാരണം. Now let us see the characteristic features of this disease. ഈ ഡൗൺ സിൻഡ്രോം എന്ന ഈ അവസ്ഥ ഉണ്ടാകുന്ന രോഗം എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മൾ കാണുക എന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം.
the Mongolian idiots, they have opened the mouth. തുറന്ന് വായ എപ്പോഴും തുറന്ന് വെച്ചിട്ടുണ്ടാവും വിത്ത് പ്രൊട്രൂഡഡ് ടങ്. നാക്ക് കുറച്ച് പുറത്തേക്ക് തള്ളിയിരിക്കും. പ്രൊട്രൂഡഡ് ടങ്. The neck will be short and broad. നെക്ക് കഴുത്ത് നീളം കുറഞ്ഞതുമായിരിക്കും, കുറച്ച് ബ്രോഡുമാണ് കഴുത്ത്. ആൻഡ് ദേ ആർ മെന്റലി റിട്ടാർഡഡ്. മാനസികമായിട്ട് വൈകല്യമുള്ള കുട്ടികളുമാണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് ഫ്രീക്വന്റ് ഇൻ ചിൽഡ്രൻ ബോൺ ടു വിമൻ ഇൻ ദെയർ ലേറ്റർ പാർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജ്. സ്ത്രീകൾ ലേറ്റർ പാർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുമ്പോൾ 45-50s എടുക്കുക, ആഫ്റ്റർ 40s അങ്ങനെ പ്രഗ്നൻ്റ് ആയ ആ ഏജിൽ വുമൺ പ്രഗ്നൻ്റ് ആയി കുഞ്ഞ് ജനിക്കുന്ന കുട്ടികളിലാണ് ഇത് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാനും സാധിക്കുന്നത്. ഇത്രയാണ് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ലാങ്ടൺ ഡൗൺ ആണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. ട്രൈസോമി 21 എന്ന് വിളിക്കുന്നതിന്റെ കാരണം അറിയാലോ. 21st ക്രോമസോമാണ് 3 ആയി കാണുന്നത്. ഒരു പെയർ 2 വേണ്ട വിധത്തിൽ 3 വന്നു, ഒരു എക്സ്ട്രാ ക്രോമസോം വന്നു. അതുകൊണ്ടാണ് ട്രൈസോമി 21 എന്ന് വിളിക്കുന്നത്. മംഗോളിയൻ റേസിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കാണുന്നതുകൊണ്ട് മംഗോളിസം അല്ലെങ്കിൽ മംഗോളിയൻ ഇഡിയസി എന്ന് കൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ദ മൗത്ത്, പ്രൊട്രൂഡഡ് ടങ്, ഷോർട്ട് ആൻഡ് ബ്രോഡ് നെക്ക്, മെന്റൽ റിട്ടാർഡ്നെസ്, ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. സാധാരണ ലേറ്റർ പാർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജിൽ പ്രഗ്നന്റ് ആവുന്ന വിമനിൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഡൗൺ സിൻഡ്രോം കൂടുതലായിട്ടും കാണുന്നത്. അടുത്ത സിൻഡ്രോമിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ടേണേഴ്സ് സിൻഡ്രോം. ടേണേഴ്സ് സിൻഡ്രോം ആണ് നമ്മൾ അടുത്ത ക്രോമസോമൽ ഡിസോർഡർ പഠിക്കുന്നത്. ഡൗൺ സിൻഡ്രോമിൽ എന്തായിരുന്നു ക്രോമസോം നമ്പർ? ഇൻസ്റ്റെഡ് ഓഫ് 46 ഇറ്റ് വാസ് 47. ഒരു ക്രോമസോം അധികം വന്നു അല്ലേ. 21st ക്രോമസോമിൽ ഒരു പെയർ വേണ്ടിടത്തിൽ ഒന്നുകൂടെ അധികം വന്നു. ട്രൈസോമി 21 എന്ന് വിളിച്ചു. അപ്പോൾ അവിടെ ടോട്ടൽ 46 വേണ്ടിടത്ത് 47 ക്രോമസോംസ് ആണ് വന്നത്. ഇവിടെ ടേണേഴ്സ് സിൻഡ്രോമിൽ ഒരു ക്രോമസോം കുറവാണ്. Instead of 46, the affected person will have 45. അപ്പോൾ അതിന്റെ ക്രോമസോം പാറ്റേൺ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് സ്ക്രീനിലോട്ട് നോക്കുവേ. So in Turner syndrome, the chromosome pattern is 22 autosomes, 22 pairs of autosomes plus X chromosome. സാധാരണ ഫീമെയിൽ ആണെങ്കിൽ XX ഉണ്ടാവില്ലേ, ഒരു പെയർ എലോസോം അല്ലേ ഉണ്ടാവുക, ഇവിടെ ഒറ്റൊരു X ആയിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഈസ് 45 instead of 46. This syndrome or disorder was first identified by Turner in the year 1938. It is a sexual abnormality in female which is caused by monosomy. Monosomy നേരത്തെ നമ്മൾ പഠിച്ച ട്രൈസോമി ആയിരുന്നു അല്ലേ. 21st ക്രോമസോം 3 ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഇവിടെ സെക്ഷൽ ക്രോമസോം 1 ഉള്ളൂ, സെക്സ് ക്രോമസോം 2, ഒരു പെയർ വേണ്ടിടത്തിൽ 1 ഉള്ളൂ. അതുകൊണ്ട് അതിനെ മോണോസോമി എന്ന് വിളിച്ചു. അന്യൂപ്ലോയിഡിയിലും മോണോസോമിയും ഉണ്ട്, ട്രൈസോമിയും നമ്മളിപ്പോൾ കണ്ടു. വേർ ദ ക്രോമസോം ഈസ് ലോസ്റ്റ്, ഒരു പെയർ ക്രോമസോമിൽ 1 chromosome is lost here. The abnormality, in this abnormality there is 45 chromosomes instead of 46. ഇപ്പോൾ ടേണർ സിൻഡ്രോം മനസ്സിലായോ? ടേണർ സിൻഡ്രോമിൽ 6 ക്രോമസോമിലാണ് കാണുന്ന വ്യത്യാസം. ഒരു പെയർ വേണ്ടിടത്തിൽ 2 വേണ്ടിടത്തിൽ ഒരു X ക്രോമസോമേ ഉള്ളൂ. ഫീമെയിലാണ്, പക്ഷേ X ക്രോമസോം ഒന്ന് കുറവുണ്ട്. ഇവിടെ അന്യൂപ്ലോയിഡി എന്ന ഈ കണ്ടീഷനിൽ നമുക്ക് മോണോസോമിയാണ് കാണുന്നത്. മോണോ മീൻസ് സിംഗിൾ ക്രോമസോം വരുന്നതുകൊണ്ട് ഇത് എന്താണ് അവസ്ഥ? മോണോസോമിയാണ്. ടോട്ടൽ ക്രോമസോം വേണ്ടത് 46. ഇൻസ്റ്റെഡ് ഓഫ് 46 ദ അഫക്റ്റഡ് പേഴ്സൺ ഹാവ് 45. ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിനുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ടേണർ സിൻഡ്രോമിൽ നമ്മൾ ക്രോമസോം നമ്പേഴ്സ് 45 എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? It is also due to non-disjunction. ക്രോമസോമിന്റെ നോൺ ഡിസ്ജങ്ഷൻ നടക്കുന്നതുകൊണ്ടാണ്, നോൺ ഡിസ്ജങ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ക്രോമസോം നമ്പർ ഒന്ന് കുറഞ്ഞു പോകുന്നത്. സാധാരണ എങ്ങനെയാ XX ഫീമെയിൽ ചൈൽഡ് ഉണ്ടാവുന്നത്? ഓവം X ക്രോമസോമും സ്പേം X ക്രോമസോമുള്ള സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ XX ഫീമെയിൽ ചൈൽഡ് ആവുന്നത്. ഇവിടെ ഓവം നോൺ ഡിസ്ജങ്ഷൻ കൊണ്ട് ഇവിടെ ക്രോമസോം ഇല്ല. എക്സ് എന്ന സ്പേം, എക്സ് ക്രോമസോം ഉള്ള സ്പേം വന്ന് ഇതിനെ ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ചൈൽഡിന് എന്താണ്? സെക്സ് ക്രോമസോം ആകെ സിംഗിൾ X ആണ്. ഇതൊരു ഫീമെയിൽ ആണ്. ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്? റൂഡിമെന്ററി ഫീമെയിൽ എന്ന് പറയാം, വിത്ത് റൂഡിമെന്ററി ബ്രസ്റ്റ്
and rudimentary female organs. Female ആണെങ്കിലും there will be no menstruation. Breast development is not there. There is no reproductive cycle too. And the female will be mentally retarded. മെൻ്റൽ റിട്ടാർഡ് മാനസിക വൈകല്യമുള്ള ഒരു ഫീമെയിൽ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇതാണ് ടേണർ സിൻഡ്രോമിൻ്റെ സിംറ്റംസ്. മനസ്സിലായോ ഇത്? ഇനി അടുത്ത സിൻഡ്രോമിലേക്ക് നമുക്ക് പോവാം. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. The third syndrome is Klinefelter's syndrome. The Klinefelter syndrome was first identified by Harry in 1944. Klinefelter syndrome ആദ്യമായിട്ട് കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹാരി. It is a chromosomal disorder in male. മെയിലിൽ കാണുന്ന chromosomal disorder ആണ് due to non-disjunction of chromosome or aneuploidy condition. There is an additional chromosome, extra chromosome seen. So instead of 46 in Klinefelter syndrome, there is 47 chromosomes in the affected person. See the chromosome structure on the chart here. Chartil നിങ്ങൾ നോക്കൂ. Here the chromosome structures 22 pairs of autosomes plus XXY. ഒരു പെയർ അല്ലോസോം അല്ലേ വേണ്ടത്? ഒന്നുകിൽ XX അല്ലെങ്കിൽ XY അങ്ങനെയല്ലേ ഉണ്ടാവും. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് XX or XY, XXY മെയിലിന് ഒരു X ക്രോമസോം എക്സ്ട്രാ വന്നിരിക്കുകയാണ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്രയാണ്? 47 ആണ്. The victim has 47 chromosomes instead of 46. That is an additional X chromosome along with the XY. XYൻ്റെ ഒപ്പം ഒരു അഡീഷണൽ X chromosome ഇവിടെ വന്നിരിക്കുന്നതാണ്. And it is caused by the non-disjunction. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ non-disjunction of chromosome ആണ് ഇതിൻ്റെ റീസൺ. The affected person is sterile male with a small testis and he is tall. Sterile male ആണ്. Sterile എന്ന് പറഞ്ഞാൽ എന്താ? He won't reproduce. Reproduction നടക്കാത്തതാണ്. അപ്പോൾ reproduction നടക്കില്ല. Sperm production ഇല്ലാത്ത sterile male ആണ്. He is tall, his testis is small and the male hormone production will also be less. He is mentally affected person and he has mammary glands to develop just like females. ഫീമെയിലിനെ പോലെ മാമറി ഗ്ലാൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഈ മെയിലിന് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം മനസ്സിലായോ? ക്രോമസോം ഒന്ന് അഡീഷണൽ ആയിട്ട് വന്നു അല്ലേ? 47 ക്രോമസോംസ് ആണ് വന്നിരിക്കുന്നത്. മെൻ്റലി റിട്ടാർഡ്. ഹീസ് എ മെയിലാണ്, പക്ഷേ ഫീമെയിൽ ഫീച്ചേഴ്സ് കുറച്ച് വന്നിട്ടുണ്ട്. സ്റ്റെറൈലാണ്, ടെസ്റ്റിസ് ഒക്കെ അണ്ടർ ഡെവലപ്ഡ് ആണ്, മെയിൽ ഹോർമോൺസും ലെസ് ആണ്. അപ്പം മെൻ്റലി എഫക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. ഇതൊക്കെ ഇത്തരം ഫീച്ചേഴ്സ് വന്നിരിക്കുന്ന അഡീഷണൽ ക്രോമസോം വന്നിരിക്കുന്ന ഒരു അഫക്റ്റഡ് പേഴ്സണിൻ്റെ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. But today we have seen the chromosomal abnormalities or chromosomal disorders like Down syndrome, Turner syndrome and Klinefelter syndrome. ഇത് മൂന്നും തിരിച്ചറിയും, വ്യത്യാസം മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്നു. Once again you can see, once or twice you can see this video and make it by heart. Till the next class, thank you, bye.